സദാസമയം ഫോണിൽ കുത്തിയിരിക്കുന്നവർ, ലോകം കാണാത്തവർ, ചുറ്റിലും നടക്കുന്നതിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്തവർ, മണ്ണിന്റെ മണമറിയാത്തവർ, നിഷ്ക്രിയർ, അരാഷ്ട്രീയവാദികൾ. ജൻസികളെക്കുറിച്ച് ലോകം അങ്ങനെയൊക്കെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എന്നാൽ അതേ ജൻസികൾക്ക് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ തന്നെ താഴെയിറക്കാൻ മാത്രം കരുത്തുണ്ടെന്ന്, രാഷ്ട്രത്തിന്റെ ദിശ മാറ്റാൻ മാത്രം രാഷ്ട്രീയ ബോധ്യമുണ്ടെന്ന് ലോകം ഇപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. നമ്മുടെ അയൽനാട്ടിൽ നേപ്പാളിൽ ഈ ദിനങ്ങളിൽ സാക്ഷിയാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. രാജവാഴ്ച അവസാനിച്ചതിനു ശേഷം 17 വർഷത്തിനിടെ 13 സർക്കാരുകളാണ് നേപ്പാളിൽ മാറി മാറി വന്നത്. എന്നാൽ രാജ്യം ഇങ്ങനെയൊരു ജനകീയ പ്രക്ഷോഭം കാണുന്നത് ഇതാദ്യമായിരിക്കും. ജൻസികൾ കൊളുത്തിവിട്ട ആ പ്രക്ഷോഭത്തിനൊടുവിൽ ഇപ്പോൾ ഒരു പുതിയ പേരും ഉയർന്നു വരുന്നുണ്ട്. രാജ്യത്തെ രക്ഷിക്കാൻ അയാൾ വരട്ടെ എന്നാണ് ഇതേ ജൻസികൾ ഇപ്പോൾ മുറവിളി കൂട്ടുന്നത്. ബാലേന്ദ്ര ഷാ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിന്റെ മേയറാണ്. എന്നാൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. സിവിൽ എഞ്ചിനീയറും റാപ്പറുമായ ബാലേന്ദ്ര. ആരാണ് അയാൾ എന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ടേക്ക് ലീഡ് നൗ ഓർ നെവർ. നേപ്പാൾ ഈസ് ബിഹൈൻഡ് യു. ബാലേന്തായ്, ടേക്ക് ദ ലീഡ്. സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഈ സന്ദേശമാണ്. നമ്മുടെ ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ മുദ്രാവാക്യം ഓർമ്മ വരുന്നില്ലേ? ഇത് പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ബാലേന്ദ്ര ഷാ, യുവാക്കളുടെ ബാലേന്തായ്. 35-കാരനായ ബാലേന്ദ്ര ഷാ നേപ്പാളിലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരിൽ നിന്ന് പല കാര്യങ്ങളാൽ വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ ആകുമല്ലോ ജൻസികൾ അദ്ദേഹത്തെ അത്രയും ഇഷ്ടപ്പെടുന്നതും. 1990-ൽ കാഠ്മണ്ഡുവിൽ ജനിച്ച ബാലേൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ്. എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് അദ്ദേഹത്തിന്. നമ്മുടെ കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ M.Tech പൂർത്തിയാക്കുന്നത്. എന്നാൽ ഈ വിദ്യാഭ്യാസ പശ്ചാത്തലമോ യോഗ്യതകളോ സർട്ടിഫിക്കറ്റുകളോ ഒന്നുമല്ല ബാലേനെ യുവാക്കളുടെ കൗമാരക്കാരുടെ പ്രിയപ്പെട്ടയാളാക്കിയത്. ജൻസികളെ അതിവേഗം കണക്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരു കലാരൂപം അദ്ദേഹത്തിന് വശമുണ്ട്. പുതുതലമുറയുടെ പോപ്പുലർ സംഗീത ഭാഷയിൽ സംസാരിക്കുന്ന റാപ്പറും ഗാനരചയിതാവുമായിരുന്നു വളരെ നേരത്തെ തന്നെ ബാലേന്ദ്ര. നമ്മുടെ നാട്ടിലെയും ലോകത്തെവിടെയുമുള്ള റാപ്പർമാരെ പോലെ അഴിമതിക്കും സമൂഹത്തിലെ അസമത്വങ്ങൾക്കുമെതിരെ നിരന്തരം പ്രതികരിക്കുന്നയാൾ. അനീതികൾക്കെതിരെ ഏകാധിപതികളുടെയും അതിക്രമകാരികളുടെയും അന്തരാളങ്ങളിലേക്ക് തുളച്ചുകയറുന്ന മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് മായാജാലം തീർക്കുന്നയാൾ. അങ്ങനെ തനിക്ക് ചുറ്റും ഒരു തലമുറയെ മുഴുവൻ ആവേശത്തിൽ ആറാടിച്ചയാൾ. അതൊക്കെയാണ് ബാലേൻ. 2012-ൽ പുറത്തിറങ്ങിയ സദക് ബാലക് എന്ന റാപ്പിലൂടെയാണ് അദ്ദേഹം യുവാക്കൾക്കിടയിൽ തരംഗമാകുന്നത്. അങ്ങനെ യുവതലമുറയുടെ വിചാരവികാരങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളയാളായി അദ്ദേഹം വളരുന്നതാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ 2022-ൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാഠ്മണ്ഡു മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ബാലേൻ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 61,000-ലേറെ വോട്ടുകൾ നേടി വമ്പൻ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. അധികാരത്തിലേറിയ ശേഷം വിപ്ലവങ്ങളും പ്രതികരണശേഷിയുമെല്ലാം കെട്ടടങ്ങുന്ന പതിവ് ശീലവും ബാലേന്ദ്രയിൽ കണ്ടില്ല. ഭരണത്തിലെ സുതാര്യതയും കാര്യക്ഷമതയും മാലിന്യ നിർമ്മാർജ്ജനം, ട്രാഫിക് നിയന്ത്രണം, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയ്ക്കൊക്കെ എതിരായ നടപടി എന്നിങ്ങനെയുള്ള സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ സമൂഹത്തിൽ വലിയ ഇളക്കങ്ങൾ ഉണ്ടാക്കിയ ബാലേൻ അതുവഴി യുവാക്കളെ കൂടുതൽ രാഷ്ട്രീയ രംഗത്തേക്ക് ആകർഷിക്കാനും അദ്ദേഹത്തിനായി. 2023-ൽ ടൈം മാഗസിന്റെ ടോപ്പ് 100 എമർജിംഗ് ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുന്നതും ന്യൂയോർക്ക് ടൈംസ് ബാലേന്ദ്രയുടെ ജനകീയ ഭരണശൈലിയെ പ്രകീർത്തിച്ചെഴുതുന്നതുമെല്ലാം ആ ജനകീയതയ്ക്കുള്ള അംഗീകാരമായിരുന്നു. 2023-ൽ ആദിപുരുഷ് സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളുടെ നടുവിലുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ബാലേന്ദ്ര എന്നൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. സിനിമയിലെ ഒരു ഡയലോഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ കാഠ്മണ്ഡുവിൽ ഇന്ത്യൻ സിനിമകൾ നിരോധിച്ചതിലൂടെ വാർത്തകളിൽ നിറയുകയും ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തയാളാണ് ബാലേന്ദ്ര. കോടതി ഇടപെടലിനെ തുടർന്ന് ഈ നിരോധനം പിന്നീട് പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും ഇനി പ്രക്ഷോഭകാരികളും ബാലേനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയാം. ഈ മാസം ആദ്യത്തിൽ നേപ്പാൾ സർക്കാർ കൈക്കൊണ്ട ഒരു മണ്ടൻ തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന കലാപങ്ങളൊക്കെയും പൊട്ടിപ്പുറപ്പെടുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ്, റെഡിറ്റ് തുടങ്ങി 26 സോഷ്യൽ മീഡിയ ടെക് പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുകയായിരുന്നു KP ശർമ്മ ഒലി സർക്കാർ ചെയ്തത്. രാജ്യത്തെ അഴിമതി, തൊഴിലില്ലായ്മ, സാമ്പത്തിക സ്തംഭനം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കിടയിൽ അമർഷം പുകയുമ്പോഴാണ് യുവതലമുറയെ ഇളക്കിവിടുന്ന വലിയൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനങ്ങൾക്കും സ്വതന്ത്ര ആവിഷ്കാരങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമായാണ് അവരതിനെ കണ്ടത്. പ്രതിഷേധം അണപൊട്ടിയൊഴുകാൻ അതുതന്നെ മതിയായ കാരണമായിരുന്നു. ജൻസികൾ തെരുവിലിറങ്ങിയപ്പോൾ അതിന് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയയാൾ കൂടിയാണ് ബാലേന്ദ്ര ഷാ. എന്നാൽ രസകരമായിരുന്നു സമരത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. 28 വയസ്സിന് താഴെയുള്ളവർ സംഘടിച്ച് നടത്തുന്ന പ്രക്ഷോഭത്തിൽ 35 വയസ്സുകാരനായ തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലൂടെ യുവാക്കളുടെ ആവശ്യങ്ങളും ആശയങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്.
ഇത് ജൻസിയുടെ സ്വാഭാവിക പ്രക്ഷോഭമാണ്. രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ ഈ പ്രക്ഷോഭത്തെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രക്ഷോഭം കൈവിട്ടതോടെ പ്രധാനമന്ത്രി ഒലിക്ക് രാജിവെച്ച് രക്ഷപ്പെടേണ്ടി വന്നു. ഇതിനു പിന്നാലെ പ്രക്ഷോഭകാരികളോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ട് ബാലൻ രംഗത്തെത്തുന്നുണ്ട്. ബാലേന്ദ്ര കളത്തിലിറങ്ങുന്നത് അപ്പോഴാണ് എന്നും വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെട്ടു, ഒലി രാജിവെച്ചു, ഇനി രാജ്യത്തിന്റെ സമ്പത്ത് നശിപ്പിക്കരുത്, നിങ്ങളുടെ തലമുറയാണ് ഇനി രാജ്യത്തെ നയിക്കേണ്ടത് എന്നായിരുന്നു ബാലേന്ദ്രയുടെ ആഹ്വാനം. പാർലമെന്റ് പിരിച്ചുവിട്ട ശേഷം നേപ്പാൾ സൈന്യവുമായി ചർച്ചകൾ നടത്താൻ പ്രക്ഷോഭകാരികൾ തയ്യാറാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ തങ്ങളെ നയിക്കാൻ രാജ്യത്തെ നയിക്കാൻ തന്നെ ബാലേൻ കടന്നുവരൂ എന്നായിരുന്നു ജൻസികൾ തിരിച്ചു മറുപടി നൽകിയത്. പ്രധാനമന്ത്രിയായി ബാലേന്ദ്രയെ നിയമിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഒലിയുടെ രാജിയോടെ നേപ്പാളിൽ രാഷ്ട്രീയ ശൂന്യതയും രൂപപ്പെട്ടിരിക്കുകയാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയക്കാരെയും അടുത്ത യുവാക്കൾ ആഗ്രഹിക്കുന്നത് ബാലേനെ പോലെയുള്ള ഒരു യുവ ഫയർ ബ്രാൻഡ് മുഖത്തെയാണ്. എക്സിൽ ബാലേൻ ഫോർ PM എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആണ്. ബാലേനാണ് നേപ്പാളിന്റെ ഭാവി എന്ന് അവർ ഒരേ ശബ്ദത്തിൽ ഒരേ വികാരത്തിൽ വിളിച്ചു പറയുന്നു. ബാലേന്ദ്രയുടെ പുതിയ യുഗം പിറക്കുമോ നേപ്പാളിൽ? അതല്ല പുതിയ നേതാക്കൾ ആരെങ്കിലും ഉയർന്നു വരുമോ? അതുമല്ല പൊതുവെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കെല്ലാം സംഭവിക്കുന്ന പോലെ ആഭ്യന്തര യുദ്ധവും അസ്ഥിരതയുമായിരിക്കുമോ ആ രാജ്യത്തെയും കാത്തിരിക്കുന്നത്? നേപ്പാളിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.